ഫേസ് ടു ഫേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ചുഴി എന്ന ചിത്രത്തിന്റെ സൗണ്ട് എഞ്ചിനീയർ അലൻ സുഭാഷ് ആണ്. നമുക്ക് അദ്ദേഹത്തോട് വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം അലൻ. നമസ്കാരം. ചുഴി എന്ന ചിത്രത്തിന്റെ സംവിധായിക ഒരു പുതുമുഖമായിരുന്നല്ലോ. അപ്പോൾ ഡബിംഗ് സമയത്തൊക്കെ എത്രത്തോളം സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഫസ്റ്റ് ടൈം സൂചിച്ച് പറഞ്ഞത് ഇവിടെ ഫസ്റ്റ് എഡിറ്റിംഗ് സ്റ്റേജിൽ ശേഷമായിരുന്നു നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റുഡിയോ ബുക്ക് ചെയ്യും. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുന്നേ ഷോർട്ട് സ്റ്റോറീസും നോവൽസ് ഒക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ്, പടത്തിൻ്റെ ഒരു ജോണർ ഇങ്ങനെയാണെന്നുള്ള പറഞ്ഞിരുന്നു. അപ്പോൾ വീഡിയോ വന്നപ്പോഴത്തേക്കും കുറച്ച് ലെങ്തി ആയിരുന്നു. ആക്ച്വലി ഒരു 1 hour മേലെ ഉണ്ടായിരുന്നു. അപ്പം ഒരു ഷോർട്സ് മൂവി പോലെ അല്ല, നമ്മളൊരു മൂവി പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്ത്. ആർട്ടിസ്റ്റുകൾ അത്യാവശ്യം ഉണ്ട്, പക്ഷേ എല്ലാവരും അമച്വർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും അത്യാവശ്യം നമ്പർ ഓഫ് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ടൈം ഒരു എങ്ങനെയാണ് എൻ്റെ ഒരു വർക്ക് ഫ്ലോ എങ്ങനെയാണ് പോകുന്നുള്ള കാര്യത്തിൽ ഒരു ഇൻട്രോ കൊടുത്തു ആദ്യം. കാരണം പുള്ളിക്കാരി ഫസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇൻട്രോ കൊടുക്കുകയും അതിനുശേഷം ആരൊക്കെയാണ് എന്തൊക്കെ സ്റ്റേജസ് ആണ് നമുക്കുള്ളത്. ഇപ്പം പ്രീ പ്രൊഡക്ഷൻ ആണ് ആക്ച്വലി പ്രൊഡക്ഷനാണ് ആക്ച്വലി കഴിഞ്ഞിരുന്നത്. അപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ എന്തൊക്കെയാണ് സ്റ്റേജ് ഉള്ളത്, നമ്മൾ ഡബിങ് സ്റ്റേജിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത്, അതുപോലെ ടെക്നിക്കലായിട്ട് എല്ലാ സ്പെക്കും നമ്മൾ പറഞ്ഞിരുന്നു, ഇന്ന സാധനങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങൾ. ഇതില് ഡബ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ പുതുമുഖങ്ങളായിരുന്നല്ലോ. അപ്പോൾ ഡബിംഗ് സമയത്ത് എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ? ഈ പറഞ്ഞ പോലെ തന്നെ കുറെ അമേച്ചർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു, നമുക്ക് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ആദ്യം ഒരു ഫസ്റ്റ് ടൈം ചെയ്തുകൊണ്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം, എന്താണ് ഡബിങ് പോലെ ആൾക്കാർ ജസ്റ്റ് അറിയുന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്, വീഡിയോസ് കാണുന്നുണ്ട്, ഡബിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ടെന്നുള്ളതല്ലാതെ എങ്ങനെയാണത് ഷോർട്ട് ഫിലിം അവർ തന്നെ ആക്ട് ചെയ്ത സാധനത്തിൽ എങ്ങനെയാണ് തിരിച്ച് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ അതിനകത്ത് ചില ആൾക്കാരൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ജസ്റ്റ് മനസ്സിലായി സെയിം അവർ എങ്ങനെയാണോ ആക്ട് ചെയ്തേക്കുന്നത് ആ ഷോട്ടിൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സീനിലുള്ള സാധനങ്ങൾ സെയിം ആ ഇമോഷൻസ് അതേപോലെ റീക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അത് ക്ലിയർ ആയി വന്നു. പിന്നെ ചില ആർട്ടിസ്റ്റുകൾക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് റീടേക്സ് ഒക്കെ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരേ ഡയലോഗ്സ് തന്നെ, ചെറിയ ഡയലോഗ് ആണെങ്കിൽ പോലും അത് മൾട്ടിപ്പിൾ ടേക്സ് ആയിട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് നല്ല പ്രാക്ടീസ് ആയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ഇതിലെത്തി. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മളൊരു ഇൻട്രോ ആയിട്ട് കൊടുത്തുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇനി അടുത്ത ഫ്യൂച്ചർ അവരുടെ അടുത്ത വർക്ക്സിൽ അവർക്ക് ഇനി ഈസി ആയിരിക്കും തോന്നുന്നു മൊത്തത്തിൽ. ഇതിലെ കഥാപാത്രങ്ങളെ കണ്ടപ്പോൾ ഓൺ വോയിസിനേക്കാൾ ഡബിംഗ് ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാമെന്ന് ഏതെങ്കിലും കഥാപാത്രം കണ്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ആക്ച്വലി പറഞ്ഞ പോലെ ചില ആർട്ടിസ്റ്റുകൾ ഈ പറഞ്ഞ പുതിയ ആൾക്കാരാകുമ്പോഴത്തേക്കും അവരുടെ വോയിസ് അവർ ആ സമയത്ത് പ്രോംപ്റ്റിംഗ് കേട്ട് നമ്മൾ മാക്സിമം പറയും. ആ സമയത്ത് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ തിരിച്ച് നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു ഫ്ലോ മിസ്സായ പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ചില ആർട്ടിസ്റ്റുകൾ, എല്ലാവരും അല്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് ഒരു 2-3 പേരെ സജസ്റ്റ് ചെയ്തിരുന്നു. ആദിത്യൻ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പൈനായിട്ട് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു തമ്പുരാൻ്റെ ക്യാരക്ടർ അഭിനയിക്കുന്നത്, പിന്നെ വിനോദ് എന്ന് പറഞ്ഞൊരു ചേട്ടനെ സജസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ 2 ഹീറോയിൻസ് ആയിട്ട് 2 പേരിൽ ഒരാൾക്ക് ഇന്ദു എന്ന് പറഞ്ഞ ഒരാളെ സജസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ പിന്നെ വേറൊരു തമ്പുരാട്ടി ആയിട്ട് ഒരു ഫ്ലാഷ് ബാക്കി കാണിക്കുന്ന ഒരു സീനിൽ ഒരു സുധി എന്ന് പറഞ്ഞ ഒരു ചേച്ചിനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി ഇവരൊക്കെ നല്ല പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ടോൺ മാച്ച് ചെയ്ത് അവർക്ക് പറയാൻ പറ്റുമെന്നുള്ളത് കൊണ്ടും പിന്നെ അവർ ആ ക്യാരക്ടറിനെ ഒന്നുകൂടെ അപ്ലിഫ്റ്റ് ചെയ്ത് ബെറ്റർ ആക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്തതാണ്. പിന്നെ അവരെ കൊണ്ട് കാരണം സെയിം ആ മുന്നേ അഭിനയിച്ച സംഭവം കേട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബെറ്റർ ആയിക്കോട്ടെ, ക്യാരക്ടറിനെ അതിന് അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ബെറ്റർ ആക്കിയിട്ടുണ്ട് അവരുടെ വോയിസ് കൊണ്ട്. ഈ പറഞ്ഞ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആകുമ്പോൾ അവർക്ക് അതിൻ്റെ ടോൺ എന്താണെന്ന് അറിയാം, ഒരു ടോണാലിറ്റി മാച്ച് ചെയ്ത് അവർ പറയും. അതുള്ളതുകൊണ്ട് അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചുഴി ഒരു ഷോർട്ട് ഫിലിമായി തുടങ്ങി ഡ്യൂറേഷൻ കാരണം ഒരു ഫിലിമിൽ എത്തിപ്പെടുകയായിരുന്നു. അതുപോലെ ഒരു നോർമൽ ഫിലിം ചെയ്യുന്ന അതേ എഫേർട്ട് തന്നെ ഈ ഷോർട്ട് ഫിലിം ചെയ്തപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? ശരിയാണ്. ആക്ച്വലി ഒരു ഷോർട്ട് ഫിലിം നമ്മൾ മാക്സിമം പ്രതീക്ഷിക്കുന്ന ഒരു ഹാഫ് ആൻ അവർ ഉള്ളിലായിരിക്കും, 20 minutes അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ഉള്ളിലായിരിക്കും. ഇതിന്റെ ഫസ്റ്റ് കട്ട് കഴിഞ്ഞ് നമുക്ക് വന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 1 hour മേലെ ഉണ്ടായിരുന്നു, 1.25 മണിക്കൂർ കൊണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നോർമലി അതിന് കൂടെ ഒരു 15 minutes കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഫീച്ചർ ഫിലിമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സെയിം എഫേർട്ട് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടി വന്നത്. കാരണം അത്രയും ലെങ്ത് ഉള്ള, അത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ ബാക്കി സൗണ്ട് സ്കോപ്പിൽ കുറേ എന്താ പറയുക ചെയ്യേണ്ടിരുന്ന പടമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡബിങ്ങിൽ ഒരു നോർമൽ ഫീച്ചർ ഫിലിം എങ്ങനെയാണ് പോകുന്നത് ആ ഒരു അതേ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്തു. അതേ സ്റ്റെപ്സ് വഴിയാണ് നമ്മൾ ഫോളോ ചെയ്തു. നോൺ ആർട്ടിസ്റ്റിനെ വിളിക്കുന്നതാണെങ്കിലും അവരടുത്ത് പറയിപ്പിക്കുന്നതാണെങ്കിലും ശരി, അവരെ ടേക്ക് എടുത്ത് നമ്മൾ മൾട്ടിപ്പിൾ ടേക്സ് എടുത്തിട്ടാണെങ്കിൽ പോലും മാക്സിമം പടത്തിനോട് എത്രയൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുമോ അതിനോട് ആ രീതിയിൽ ചെയ്തിട്ടാണ് ഒരു ഫീച്ചർ ഫിലിം എടുക്കുന്ന അതേ ഒരു ഇതിൽ സെയിം പ്രൊസീജിയറോട് തന്നെയാണ് ഫോളോ ചെയ്തത്. ഫേസ് ടു ഫേസിന്റെ പ്രേക്ഷകരോട് എന്താണ് അലന് പറയാനുള്ളത്? ഈ ചുഴി എന്ന ഷോർട്ട് ഫിലിം ഇപ്പോൾ മിറാക്കിൾ മീഡിയ എന്റർടൈൻമെന്റ് യൂട്യൂബ് ചാനലിലൂടെ August 17 റിലീസ് ആവാണ്. അപ്പം ഒരുപടി പുതുമുഖങ്ങളാണ്, ആക്ച്വലി പുതിയ ആർട്ടിസ്റ്റാണ് എല്ലാവരും അഭിനയിച്ചേക്കുന്നത്. ഡയറക്ടറും പുതിയ ആളാണ്. ബാക്കി എന്താ പറയുക, ഒരു നല്ല ഫീച്ചർ ഫിലിം ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റിയോടുകൂടി മൊത്തത്തിൽ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം ഇനി ഓഡിയൻസിന്റെ കയ്യിലാണ്. അപ്പോൾ എല്ലാവരും ഈ ഷോർട്ട് ഫിലിം കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതിന്റെ കംപ്ലീറ്റ് ക്രൂ മെമ്പേഴ്സിനും പിന്നെ അഭിനയിച്ച ആൾക്കാർക്കും പിന്നെ ടോട്ടൽ ഇതൊരു യൂണിറ്റ് ആയിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.
താങ്ക് യു അലൻ. ഇത്രയും നേരം ഫേസ് ടു ഫേസിൽ നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് അലനാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം.